നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വലിയ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എന്നാൽ അത് നേടിയെടുക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ മുന്നിൽ കാണുന്ന തടസ്സങ്ങളോർത്ത് ഭയന്ന് പിൻവാങ്ങിയിട്ടുണ്ടോ? എങ്കിൽ ഓർക്കുക, ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ആത്മാർത്ഥമായി എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കുമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു അത്ഭുത പുസ്തകമുണ്ട്, പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു മാന്ത്രിക കഥയാണത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേവലം ഒരു പുസ്തകത്തിന്റെ കഥയെക്കുറിച്ചല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ സ്വപ്നത്തെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാം കുറിച്ചാണ്. അതുകൊണ്ട് അടുത്ത കുറച്ചു സമയം നിങ്ങളുടെ ഹൃദയം തുറന്നു വെച്ച് ഈ വാക്കുകൾ കേൾക്കുക. കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാവുന്ന ഒരു യാത്രയുടെ തുടക്കമാകാം. നമ്മുടെ കഥയിലെ നായകൻ സാന്റിയാഗോ എന്നൊരു സാധാരണ ആട്ടിടയനാണ്. സ്പെയിനിലെ ആൻഡലൂഷ്യയിലുള്ള പച്ചപ്പു നിറഞ്ഞ പുൽമേടുകളിലൂടെ തന്റെ ആടുകളുമായി നടക്കുകയാണ് അവന്റെ വിനോദവും ജോലിയും. യഥാർത്ഥത്തിൽ അവൻ ഒരു പുരോഹിതനാകാൻ പഠിച്ചവനാണ്. എന്നാൽ ലോകം കാണണം, ഒരുപാട് യാത്രകൾ ചെയ്യണം എന്ന ആഗ്രഹത്താലാണ് അവൻ ആട്ടിടയന്റെ ജീവിതം തിരഞ്ഞെടുത്തത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ പാഠമുണ്ട്. പലപ്പോഴും സമൂഹം നമുക്കായി നിശ്ചയിച്ചു തരുന്ന സുരക്ഷിതമായ വഴികൾ ഉപേക്ഷിച്ച് നമ്മുടെ മനസ്സിനിണങ്ങിയ വഴി തിരഞ്ഞെടുക്കാൻ വലിയൊരു ധൈര്യം വേണം. സാന്റിയാഗോയ്ക്ക് ആ ധൈര്യമുണ്ടായിരുന്നു. അവൻ തന്റെ ആടുകളെ ജീവന് തുല്യം സ്നേഹിച്ചു, അവയോട് സംസാരിച്ചു, അവയോടൊപ്പം പുതിയ സ്ഥലങ്ങൾ തേടി നടന്നു. അങ്ങനെയിരിക്കെയാണ് അവന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അവൻ ഒരേ സ്വപ്നം 2 തവണ കാണാനിടയായി. ആ സ്വപ്നത്തിൽ ഒരു ചെറിയ കുട്ടി വന്ന് അവന്റെ കൈകളിൽ പിടിച്ച് ഈജിപ്തിലെ പിരമിഡുകളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ നിധിയെക്കുറിച്ച് അവന് പറഞ്ഞു കൊടുക്കുന്നു. ഈ സ്വപ്നം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്താണ് ഇതിന്റെ അർത്ഥമെന്ന് മനസ്സിലാക്കാൻ അവൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് അവൻ സ്വപ്നങ്ങളുടെ അർത്ഥം വ്യാഖ്യാനിക്കുന്ന ഒരു ജിപ്സി സ്ത്രീയുടെ അടുത്തെത്തുന്നത്. അവർ അവനോട് പറഞ്ഞു, ഇത് വെറും ഒരു സ്വപ്നമല്ല, ഇത് ദൈവത്തിന്റെ ഭാഷയാണ്. നീ ആ പിരമിഡുകളിലേക്ക് പോകണം. അവിടെ നിനക്കുള്ള നിധി കാത്തിരിപ്പുണ്ട്. ആ നിധി കണ്ടെത്തിയാൽ അതിന്റെ 1/10 ഭാഗം തനിക്ക് തരണമെന്നും അവർ ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ സാന്റിയാഗോയ്ക്ക് ഇത് വലിയൊരു തമാശയായിട്ടാണ് തോന്നിയത്. തന്റെ കയ്യിലുള്ള ആടുകളെയും സുരക്ഷിതമായ ജീവിതത്തെയും ഉപേക്ഷിച്ച് എവിടെയോ ഉള്ള ഒരു നിധി തേടി പോകുന്നത് മണ്ടത്തരമാണെന്ന് അവൻ കരുതി. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. അവനൊരു പാർക്കിലിരിക്കുമ്പോൾ മെൽക്കിസെഡെക്ക് എന്ന പേരുള്ള ഒരു വൃദ്ധൻ അവന്റെ അരികിലേക്ക് വരുന്നു. സാധാരണക്കാരനായ ഒരു വൃദ്ധനല്ലായിരുന്നു അത്. സാലം നഗരത്തിലെ രാജാവായിരുന്നു അദ്ദേഹം. ആ രാജാവാണ് സാന്റിയാഗോയ്ക്ക് പേഴ്സണൽ ഡെസ്റ്റിനി അഥവാ വ്യക്തിപരമായ നിയോഗം എന്ന ആശയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യത്തെയാണ് നമ്മുടെ നിയോഗം എന്ന് വിളിക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും നമ്മുടെ സ്വപ്നങ്ങളെക്കുറിച്ച് വ്യക്തതയുള്ളവരാണ്. എന്നാൽ പ്രായമാകുന്തോറും ലോകത്തിന്റെ നിയമങ്ങളും ഭയങ്ങളും നമ്മുടെ സ്വപ്നങ്ങളെ മൂടിക്കളയും. നീ നിന്റെ നിയോഗം തിരിച്ചറിയണമെന്ന് ആ രാജാവ് സാന്റിയാഗോയെ ഓർമ്മിപ്പിച്ചു. ആകാശത്തിലെ പക്ഷികളും കാറ്റും പ്രപഞ്ചവും എല്ലാം സംസാരിക്കുന്നത് ഒരേയൊരു ഭാഷയിലാണ്. അതിനെ പ്രപഞ്ചത്തിന്റെ അടയാളങ്ങൾ എന്ന് വിളിക്കാം. നിന്റെ യാത്രയിൽ നിന്നെ സഹായിക്കാൻ ഈ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് രാജാവ് അവന് ഉറിയും തുമ്മിയും എന്നിങ്ങനെ പേരുള്ള 2 മാന്ത്രിക കല്ലുകൾ സമ്മാനിച്ചു. അതെ അല്ലെങ്കിൽ അല്ല എന്ന് തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുന്ന ഘട്ടങ്ങളിൽ വഴികാട്ടാനായിരുന്നു അത്. ഈ കൂടിക്കാഴ്ച സാന്റിയാഗോയുടെ ചിന്തകളെ പൂർണ്ണമായി മാറ്റിമറിച്ചു. ഒടുവിൽ അവൻ ഒരു വലിയ തീരുമാനമെടുത്തു. തന്റെ ജീവനായ ആടുകളെ വിറ്റ് കിട്ടിയ പണവുമായി അവൻ ഈജിപ്തിലെ പിരമിഡുകൾ ലക്ഷ്യമാക്കി യാത്ര തിരിക്കാൻ ഉറപ്പിച്ചു. സുരക്ഷിതമായ ചുറ്റുപാടിൽ നിന്നും അജ്ഞാതമായ ഒരു ലോകത്തേക്ക് ഇറങ്ങിത്തിരിക്കുക എന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും അവൻ ധൈര്യം സംഭരിച്ചു. സ്പെയിനിൽ നിന്നും ആഫ്രിക്കൻ തീരത്തുള്ള ടാൻജിയർ എന്ന നഗരത്തിൽ അവൻ എത്തിച്ചേർന്നു. എന്നാൽ പുതിയൊരു ലോകത്തേക്ക് കാലെടുത്തു വെച്ച് സാന്റിയാഗോയെ കാത്തിരുന്നത് വലിയൊരു ചതിയായിരുന്നു. ടാൻജിയറിൽ വെച്ച് പരിചയപ്പെട്ട ഒരാൾ അവന്റെ പണം മുഴുവൻ മോഷ്ടിച്ചുകൊണ്ട് കടന്നുകളഞ്ഞു. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. കയ്യിൽ ഒരു പൈസ പോലുമില്ലാതെ ഭാഷയറിയാത്ത ഒരു അന്യദേശത്ത് ഒറ്റപ്പെട്ടു പോയ ആ പാവം ആട്ടിടയന്റെ അവസ്ഥ. അവൻ കരഞ്ഞു, ദൈവത്തെ പഴിച്ചു. തന്റെ യാത്ര ഇവിടെ അവസാനിച്ചു എന്ന് അവൻ കരുതി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാറില്ലേ?
നമ്മൾ ഒരു നല്ല കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മെ തളർത്തുന്ന വലിയൊരു തിരിച്ചടി മുന്നിൽ വന്നു നിൽക്കും. അത് പ്രപഞ്ചം നമ്മെ പരീക്ഷിക്കുന്നതാണ്. നമ്മൾ എത്രത്തോളം ആത്മാർത്ഥതയോടെയാണ് നമ്മുടെ സ്വപ്നത്തെ പ്രണയിക്കുന്നത് എന്നറിയാനുള്ള പരീക്ഷണം. സാന്റിയാഗോ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അവൻ തന്റെ കയ്യിലുള്ള മാന്ത്രിക കല്ലുകളെ കുറിച്ചോർത്തു. പ്രപഞ്ചം തന്നെ കൈവിട്ടിട്ടില്ല എന്നവൻ ഉറപ്പിച്ചു. ജീവിക്കാൻ വേണ്ടി അവൻ അവിടെയുള്ള ഒരു ക്രിസ്റ്റൽ വ്യാപാരിയുടെ കടയിൽ ജോലിക്ക് കയറി. ആ വ്യാപാരി വളരെ പരമ്പരാഗതമായ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന, വലിയ മാറ്റങ്ങളെയോ സ്വപ്നങ്ങളെയോ ഭയപ്പെടുന്ന ഒരാളായിരുന്നു. എന്നാൽ സാന്റിയാഗോ അവിടെ വന്നതിനു ശേഷം കടയിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ക്രിസ്റ്റൽ ഗ്ലാസുകൾ വൃത്തിയാക്കി വെക്കാനും അതിൽ ചായ കൊടുക്കാനും ഒക്കെയുള്ള പുതിയ ആശയങ്ങൾ അവൻ നടപ്പിലാക്കി. അവന്റെ കഠിനാധ്വാനം കാരണം ആ ബിസിനസ് വലിയ വിജയമായി മാറി. ഏകദേശം 1 വർഷത്തോളം അവൻ ആ കടയിൽ ജോലി ചെയ്തു. ഒരുപാട് പണം സമ്പാദിച്ചു. ഇവിടെ പുസ്തകം നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു പാഠമുണ്ട്. നമ്മൾ എവിടെയായിരുന്നാലും എന്ത് ജോലി ചെയ്താലും അത് പൂർണ്ണമായ മനസ്സോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യണം. ആ ക്രിസ്റ്റൽ കടയിലെ ജോലി അവന് പണം മാത്രമല്ല നൽകിയത്, മറിച്ച് ഭാഷയും ബിസിനസ് തന്ത്രങ്ങളും അതിലുപരിയായി മനുഷ്യരെ മനസ്സിലാക്കാനുള്ള കഴിവും നൽകി. 1 വർഷത്തിനു ശേഷം അവന്റെ കയ്യിൽ വീണ്ടും ഒരുപാട് ആടുകളെ വാങ്ങാനുള്ള പണമുണ്ടായിരുന്നു. അവന് വേണമെങ്കിൽ സ്പെയിനിലേക്ക് തിരികെ പോയി പഴയതുപോലെ ഒരു ആട്ടിടയനായി സുഖമായി ജീവിച്ചിരിക്കാമായിരുന്നു. എന്നാൽ അവന്റെ ഉള്ളിലെ ആ പഴയ സ്വപ്നം വീണ്ടും ഉണർന്നു. പിരമിഡുകളിലെ നിധി അവനെ വിളിച്ചുകൊണ്ടിരുന്നു. സുരക്ഷിതമായ ഒരു ജീവിതത്തിലേക്ക് മടങ്ങുന്നതിന് പകരം അവൻ തന്റെ യാത്ര തുടരാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവൻ സഹാറ മരുഭൂമി മുറിച്ചു കടക്കുന്ന ഒരു വലിയ കാരവാന്റെ ഭാഗമായി മാറി. മരുഭൂമിയിലൂടെയുള്ള യാത്ര വളരെ കഠിനവും അപകടം നിറഞ്ഞതുമായിരുന്നു. അവിടെ വെച്ചാണ് അവൻ പുസ്തകങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനെ പരിചയപ്പെടുന്നത്. ആ മനുഷ്യൻ വർഷങ്ങളായി ഒരു ആൽക്കമിസ്റ്റിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു. ഇരുമ്പിനെ സ്വർണമാക്കി മാറ്റാനും അമൃത് നിർമ്മിക്കാനും കഴിയുന്ന മാന്ത്രിക വിദ്യ അറിയാവുന്ന ആളാണ് ആൽക്കമിസ്റ്റ്. ഇംഗ്ലീഷുകാരൻ തന്റെ പുസ്തകങ്ങളിലൂടെയാണ് പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചതെങ്കിൽ സാന്റിയാഗോ മരുഭൂമിയുടെ നിശബ്ദതയിലൂടെയും കാറ്റിന്റെ ചലനങ്ങളിലൂടെയുമാണ് പ്രപഞ്ചത്തിന്റെ ഭാഷ പഠിച്ചത്. ഇവിടെ 2 തരത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണാം. ഒന്ന്, അറിവ് പുസ്തകങ്ങളിൽ മാത്രം തിരയുന്നവർ. മറ്റൊന്ന്, ജീവിതാനുഭവങ്ങളിൽ നിന്നും പ്രകൃതിയിൽ നിന്നും പാഠങ്ങൾ പഠിക്കുന്നവർ. മരുഭൂമിയിലെ യാത്രക്കിടയിൽ ഗോത്രവർഗക്കാർ തമ്മിലുള്ള യുദ്ധം കാരണം കാരവന് അൽ ഫയൂം എന്ന മനോഹരമായ ഒരു മരുപ്പച്ചയിൽ നിർത്തേണ്ടി വന്നു. ആ മരുപ്പച്ച സാന്റിയാഗോയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായിരുന്നു. അവിടെ വെച്ചാണ് അവൻ ഫാത്തിമ എന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുന്നത്. അവളെ കണ്ട ആദ്യ നിമിഷത്തിൽ തന്നെ അവൻ പ്രണയത്തിലായി. അത് വെറും ഒരു പ്രണയമായിരുന്നില്ല, മറിച്ച് ലോകത്തിന്റെ സാർവത്രിക ഭാഷയായ പ്രണയത്തിന്റെ പൂർണ്ണതയായിരുന്നു. ഫാത്തിമയോടൊപ്പം ജീവിക്കാൻ വേണ്ടി തന്റെ നിധി തേടിയുള്ള യാത്ര ഉപേക്ഷിക്കാൻ പോലും സാന്റിയാഗോ തയ്യാറായി. കാരണം അവൾ തന്നെയായിരുന്നു അവന്റെ ഏറ്റവും വലിയ നിധി. എന്നാൽ ഫാത്തിമ ഒരു യഥാർത്ഥ മരുഭൂമിയുടെ മകളായിരുന്നു. അവൾ സാന്റിയാഗോയോട് പറഞ്ഞു, നിന്റെ സ്വപ്നമാണ് നിന്റെ വ്യക്തിത്വം. നിന്റെ നിയോഗം പൂർത്തിയാക്കാൻ നീ യാത്ര തുടരണം. ഞാൻ മരുഭൂമിയുടെ പെൺകുട്ടിയാണ്. എന്റെ പുരുഷൻ തന്റെ സ്വപ്നങ്ങൾ കീഴടക്കി തിരിച്ചു വരുന്നതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും. പ്രണയം ഒരിക്കലും ഒരാളുടെ സ്വപ്നങ്ങൾക്ക് തടസ്സമാകരുത്, മറിച്ച് അതിന് കരുത്തു പകരുന്നതാകണമെന്ന വലിയൊരു സത്യമാണ് ഫാത്തിമയിലൂടെ പൗലോ കൊയ്ലോ നമുക്ക് പറഞ്ഞു തരുന്നത്. സാന്റിയാഗോ മരുപ്പച്ചയിൽ ഇരിക്കുമ്പോൾ ആകാശത്ത് 2 കഴുകന്മാർ തമ്മിൽ പോരടിക്കുന്നത് കണ്ടു. പ്രകൃതിയുടെ ആ അടയാളത്തിൽ നിന്നും ആ മരുപ്പച്ചയെ ആരോ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അവൻ ആ വിവരം അവിടുത്തെ ഗോത്രത്തലവന്മാരെ അറിയിച്ചു. അവർ ആദ്യം അവനെ വിശ്വസിച്ചില്ലെങ്കിലും അവന്റെ പ്രവചനം സത്യമായാൽ അവന് സമ്മാനം നൽകാമെന്നും തെറ്റിയാൽ അവനെ വധിക്കുമെന്നും അവർ പറഞ്ഞു. അടുത്ത ദിവസം സാന്റിയാഗോ പറഞ്ഞതുപോലെ തന്നെ ശത്രുക്കൾ മരുപ്പച്ച ആക്രമിച്ചു. എന്നാൽ മുൻകൂട്ടി തയ്യാറായതുകൊണ്ട് മരുഭൂമിയിലെ ആളുകൾ അവരെ തോൽപ്പിച്ചു. ഈ സംഭവം ആ മരുപ്പച്ചയിൽ ഒളിച്ചു താമസിച്ചിരുന്ന യഥാർത്ഥ ആൽക്കമിസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ സാന്റിയാഗോയെ തേടിയെത്തി. നിന്റെ ഉള്ളിലെ കഴിവ് നീ തെളിയിച്ചിരിക്കുന്നു. ഇനി നിന്റെ യാത്രയിൽ ഞാൻ നിന്റെ വഴികാട്ടിയാകാമെന്ന് ആൽക്കമിസ്റ്റ് അവനോട് പറഞ്ഞു. അങ്ങനെ സാന്റിയാഗോയും ആൽക്കമിസ്റ്റും കൂടി പിരമിഡുകൾ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. മരുഭൂമിയിലൂടെയുള്ള ആ യാത്രയിൽ ആൽക്കമിസ്റ്റ് അവന് ഒരുപാട് രഹസ്യങ്ങൾ പറഞ്ഞു കൊടുത്തു. നിന്റെ ഹൃദയത്തെ ശ്രദ്ധിക്കുക, കാരണം
നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയായിരിക്കും നിന്റെ നിധിയുമെന്ന് അദ്ദേഹം അവനെ ഓർമ്മിപ്പിച്ചു. നമ്മുടെ ഹൃദയം പലപ്പോഴും ഭയങ്ങളെക്കുറിച്ചും പരാജയങ്ങളെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. എന്നാൽ ആ ഭയങ്ങളെ അതിജീവിക്കുമ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തിന്റെ ആത്മാവുമായി ഒന്നാകുന്നത്. യാത്രക്കിടയിൽ അവർ ക്രൂരന്മാരായ ഒരു കൂട്ടം സൈനികരുടെ പിടിയിലകപ്പെട്ടു. അവർ അവരെ ചാരന്മാരാണെന്ന് സംശയിച്ചു. ആൽക്കമിസ്റ്റ് അവരോട് പറഞ്ഞു, ഇവൻ വെറും ഒരു മനുഷ്യനല്ല, ഇവന് കാറ്റായി മാറാൻ കഴിയും. ഈ ക്യാമ്പ് മുഴുവൻ തകർക്കാൻ ഇവന് സാധിക്കും. 3 ദിവസത്തിനകം ഇവൻ അത് ചെയ്തു കാണിച്ചില്ലെങ്കിൽ ഞങ്ങളെ രണ്ടുപേരെയും നിങ്ങൾക്ക് വധിക്കാം. സാന്റിയാഗോ ഭയന്നു വിറച്ചുപോയി. ഒരു മനുഷ്യന് എങ്ങനെയാണ് കാറ്റായി മാറാൻ കഴിയുക? അവൻ ആൽക്കമിസ്റ്റിനോട് ചോദിച്ചപ്പോൾ, നിന്റെ ഉള്ളിലെ ഭയത്തെ ഇല്ലാതാക്കൂ, പ്രകൃതിയോട് സംസാരിക്കൂ എന്നായിരുന്നു മറുപടി. ആ 3 ദിവസങ്ങളിൽ സാന്റിയാഗോ മരുഭൂമിയോടും കാറ്റിനോടും സൂര്യനോടും സംസാരിച്ചു. അവൻ പ്രപഞ്ചത്തിന്റെ ആത്മാവിനോട് പ്രാർത്ഥിച്ചു. ഒടുവിൽ വിസ്മയകരമായ ആ സംഭവം നടന്നു. അവിടെ വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. സാന്റിയാഗോ അപ്രത്യക്ഷനാവുകയും ക്യാമ്പിന്റെ മറുഭാഗത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആ അത്ഭുതം കണ്ട് ഭയന്ന സൈനികർ അവരെ ബഹുമാനത്തോടെ വെറുതെ വിട്ടു. ഈ സംഭവം കാണിക്കുന്നത് ഒരു മനുഷ്യൻ തന്റെ പൂർണ്ണമായ ആത്മവിശ്വാസത്തോടെയും പ്രപഞ്ചത്തിലുള്ള വിശ്വാസത്തോടെയും ഒരു കാര്യത്തിനായി ശ്രമിച്ചാൽ അസാധ്യമായതിനെ പോലും സാധ്യമാക്കാൻ അവന് കഴിയുമെന്നാണ്. അതിനുശേഷം അവർ ഒരു ക്രിസ്ത്യൻ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ആൽക്കമിസ്റ്റ് ഒരു കഷ്ണം ഈയമെടുത്ത് അതിനെ തങ്കസ്വർണമാക്കി മാറ്റി. അത് 4 ഭാഗങ്ങളായി വിഭജിച്ച് ഒരു ഭാഗം ആശ്രമത്തിലെ സന്യാസിക്കും, ഒരു ഭാഗം സാന്റിയാഗോയ്ക്കും, ഒരു ഭാഗം തന്റെ യാത്രയ്ക്കായും മാറ്റിവെച്ചു. ബാക്കി വന്ന 4ാമത്തെ ഭാഗം അവൻ സന്യാസിയെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പക്ഷേ സാന്റിയാഗോയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ട് തിരികെ വരികയാണെങ്കിൽ അവന് നൽകാൻ ഇത് സൂക്ഷിച്ചു വെക്കുക. ആൽക്കമിസ്റ്റ് സാന്റിയാഗോയുടെ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ഇനിയുള്ള യാത്ര സാന്റിയാഗോ ഒറ്റയ്ക്കായിരുന്നു. ഒടുവിൽ അവൻ ആഗ്രഹിച്ച ആ നിമിഷം എത്തിച്ചേർന്നു. അവൻ ആ കുന്നിൻ മുകളിൽ കയറി നോക്കിയപ്പോൾ ദൂരെ പ്രൗഢിയോടെ നിൽക്കുന്ന ഈജിപ്തിലെ പിരമിഡുകൾ കണ്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പ്രപഞ്ചം അവനെ ഇവിടെ വരെ എത്തിച്ചിരിക്കുന്നു. തന്റെ കണ്ണീർ വീണ മണ്ണിൽ നിധി ഒളിച്ചിരിപ്പുണ്ടാകുമെന്ന് കരുതി അവൻ അവിടെ മണ്ണ് മാറ്റാൻ തുടങ്ങി. മണിക്കൂറുകളോളം അവൻ മണ്ണ് മാന്തി നോക്കി. എന്നാൽ ഒന്നും കണ്ടെത്തിയില്ല. ആ സമയത്താണ് അവിടെ കുറച്ച് കൊള്ളക്കാർ വരുന്നത്. അവർ അവനെ ക്രൂരമായി മർദ്ദിക്കുകയും അവന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം തട്ടിയെടുക്കുകയും ചെയ്തു. അവർ അവനോട് ചോദിച്ചു, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? മരണവെപ്രാളത്തിൽ നിന്നുകൊണ്ട് സാന്റിയാഗോ തന്റെ സ്വപ്നത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. താനൊരു നിധി തേടിയാണ് ഇവിടെ വന്നതെന്ന് അവൻ വ്യക്തമാക്കി. അത് കേട്ട കൊള്ളക്കാരുടെ തലവൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ വെറുമൊരു മണ്ടനാണ്. ഞാനും ഇതുപോലെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സ്വപ്നം കണ്ടിരുന്നു. സ്പെയിനിലെ ആൻഡലൂഷ്യയിലുള്ള തകർന്ന ഒരു പള്ളിയുടെ അരികിൽ നിൽക്കുന്ന അത്തിമരത്തിന്റെ ചുവട്ടിൽ വലിയൊരു നിധി ഒളിച്ചു വെച്ചിട്ടുണ്ടെന്നായിരുന്നു ആ സ്വപ്നം. എന്നാൽ ആ സ്വപ്നവും വിശ്വസിച്ച് യാത്ര തിരിക്കാൻ മാത്രം ഞാൻ മണ്ടനല്ല. കൊള്ളക്കാർ അവനെ അവിടെ ഉപേക്ഷിച്ച് കടന്നുപോയി. അവർ പോയതിനു ശേഷം സാന്റിയാഗോ പതുക്കെ എഴുന്നേറ്റു. അവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. കാരണം ആ കൊള്ളക്കാരൻ പറഞ്ഞ സ്ഥലം മറ്റെവിടെയുമായിരുന്നില്ല. സാന്റിയാഗോ തന്റെ ആടുകളുമായി പണ്ട് ഉറങ്ങിക്കിടന്നിരുന്ന അതേ തകർന്ന പള്ളിയും അത്തിമരവുമായിരുന്നു അത്. താൻ തേടി നടന്ന നിധി ഇത്രയും കാലം തന്റെ ജന്മനാട്ടിൽ താൻ ജീവിച്ച അതേ സ്ഥലത്ത് തന്നെയായിരുന്നു എന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ ഉടൻ തന്നെ സ്പെയിനിലേക്ക് തിരികെ യാത്രയായി. ആ പഴയ പള്ളിയുടെ അരികിലെത്തി അവൻ മണ്ണ് മാറ്റാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും നിറഞ്ഞ വലിയൊരു പെട്ടി അവൻ കണ്ടെടുത്തു. അവൻ ആകാശത്തേക്ക് നോക്കി ആൽക്കമിസ്റ്റിനോട് ചോദിച്ചു, പ്രപഞ്ചനാഥ, നിനക്കിത് എന്നോട് ആദ്യമേ പറയായിരുന്നില്ലേ? എങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പോൾ കാറ്റിലൂടെ ഒരു മറുപടി വന്നു, ഇല്ല സാന്റിയാഗോ, നീ ആ യാത്ര നടത്തിയില്ലായിരുന്നെങ്കിൽ നിനക്ക് പിരമിഡുകൾ കാണാൻ കഴിയില്ലായിരുന്നു, മരുഭൂമിയുടെ ഭംഗി അറിയാൻ കഴിയില്ലായിരുന്നു, ഫാത്തിമയെ കണ്ടെത്താൻ കഴിയില്ലായിരുന്നു. അതിലുപരിയായി നിന്റെ ഉള്ളിലെ ശക്തിയെ നിനക്ക് തിരിച്ചറിയാൻ കഴിയില്ലായിരുന്നു. ഈ കഥ ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വലിയൊരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ നിധി? അത് കേവലം സ്വർണ്ണ നാണയങ്ങളല്ല. അത് സാന്റിയാഗോ തന്റെ യാത്രയിലുടനീളം നേടിയെടുത്ത അനുഭവങ്ങളും അറിവും അവന് ലഭിച്ച യഥാർത്ഥ പ്രണയവുമാണ്. നമ്മളിൽ പലരും വിജയത്തിന്റെ അവസാന ലക്ഷ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥ വിജയം എന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ നമ്മൾ നേരിടുന്ന തടസ്സങ്ങളും നമ്മൾ പഠിക്കുന്ന പാഠങ്ങളുമാണ് നമ്മെ ഒരു മികച്ച മനുഷ്യനാക്കി മാറ്റുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു വ്യക്തിപരമായ നിയോഗമുണ്ട്.
അത് ബിസിനസ്സാകാം, കലയാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ സ്വപ്നമാകാം. തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഭയന്ന് പിന്മാറരുത്. ഓർക്കുക, ഇരുണ്ട രാത്രിക്ക് ശേഷമേ മനോഹരമായ ഒരു പുലരി ഉണ്ടാകൂ. നിങ്ങളുടെ ഹൃദയത്തെ വിശ്വസിക്കുക. പ്രകൃതിയുടെ അടയാളങ്ങളെ തിരിച്ചറിയുക. ധൈര്യത്തോടെ മുന്നോട്ടു പോവുക. ഈ പ്രപഞ്ചം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ഈ മനോഹരമായ സന്ദേശം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മികച്ച പുസ്തകങ്ങളുടെ സംഗ്രഹങ്ങളും പ്രചോദനാത്മകമായ കഥകളും തുടർന്നും കാണുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ആ ബെൽ ഐക്കൺ കൂടി അമർത്തുക.